അമ്മായിയമ്മയുടെ പീഡനാണെന്നും പറഞ്ഞ് ഞാനവിടെ ഷൈൻ ചെയ്തിരിക്കുമ്പോൾ മമ്മി പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി. അമ്മായിയമ്മയുടെ അല്ല, മരുമകളുടെ പീഡനാണെന്നും പറഞ്ഞിട്ട്. ഈ വീക്കിൽ വിവിയുടെ മമ്മിയുടെ ആയിട്ട് വീട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സ്പെഷ്യൽ മീനൊക്കെ എടുത്ത് കുക്ക് ചെയ്യാൻ. ഇപ്രാവശ്യം ഞങ്ങൾ ഉക്കടം മീൻ മാർക്കറ്റിൽ പോയിട്ടാണ് കേട്ടോ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്ന് നെയ്മീനാണ് കേട്ടോ, ചൂണ്ടയിട്ട് പിടിക്കില്ലേ ആ ടൈപ്പ് ഓഫ് നെയ്മീനാണ് കേട്ടോ. നെയ്മീൻ അധികം കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിത് വാങ്ങിച്ചപ്പോൾ ഏതാണ്ട് 3000 രൂപ, 3100 രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. വന്ന പടെ വിവി പറഞ്ഞു ഞാൻ കഴിത്തരാം, ആകെ 2 വെള്ളത്തിൽ കഴുകിയിട്ട് മീൻ റെഡിയായി, ഇനി വേണമെങ്കിൽ എടുത്ത് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് അയിലയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മമ്മി വന്ന സ്ഥിതിക്ക് എനിക്കിനി ഫുൾ റെസ്റ്റിംഗ് മോഡാണ് കേട്ടോ. ഞാൻ വേറെ ഒരു പണിയും ചെയ്യണ്ട, മമ്മി എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് തന്നു, കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് മമ്മി ആയതുകൊണ്ട് തന്നെ മമ്മീൻ്റെ മീൻ കറി റെസിപ്പി കണ്ടാലോ. അപ്പം ആദ്യം തന്നെ പുളിവെള്ളത്തിൽ കുറച്ച് മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടിട്ട് അതിനകത്തേക്ക് മീൻ മുക്കി വെക്കുക കേട്ടോ, നമ്മൾ ഈ പൊടിയൊക്കെ റെഡിയാക്കുന്നത് വരെ. അടുത്തത് പൊടി റെഡിയാക്കുകയാണ് കേട്ടോ. കുറച്ച് മല്ലി, കുറച്ച് മുളക്, പിന്നെ കുറച്ച് പെപ്പർ, പിന്നെ കുറച്ച് കറിവേപ്പില ഒക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ അതേ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ചെറിയ ഉള്ളിയും തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതൊക്കെ അരയ്ക്കാനുള്ളതാണേ. ഈ സമയത്ത് തന്നെ ഞാൻ മീൻ ഫ്രൈക്കുള്ള മീനൊക്കെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുത്തതിന് ശേഷം അതേ ഇതിൽ തന്നെ നമ്മൾ തക്കാളിയും ഉള്ളിയും കൂടെ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം വളരെ കുറച്ചായിട്ട് തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അത് ഈ കറീൻ്റെ നമ്മുടെ തിക്നെസ് കൂട്ടാനും കുറച്ച് ടേസ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അരച്ചതിന് ശേഷം നമ്മൾ ഈ പുളിവെള്ളം ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മീനിട്ട് വെച്ചത്, അതിനകത്തുള്ള മീനൊക്കെ മാറ്റിയിട്ട് എല്ലാ അരപ്പും കൂടെ ഒന്നായിട്ട് ചേർക്കാം, മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല തിള വരുന്നവരെ വയ്ക്കാം. തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ മീനിട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ വേഗം മീൻ എന്താ പറയുക ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞങ്ങൾ മീനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് മമ്മി പാത്രമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ അവിടെ ഇരുന്ന് കഥ പറയായിരുന്നു കേട്ടോ. അപ്പം മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് താളിപ്പിട്ട് കൊടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉലുവ, പിന്നെ വരമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ പൊട്ടി വരില്ലേ ആ സമയത്ത് നമ്മൾ കറീൻ്റെ മേലെ ഒഴിച്ച് വെക്കാം. അത്രേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് എൻ്റെ ഫ്രൈയിങ് പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീൻ കറിയും മീൻ ഫ്രൈയും ചോറും എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറുണ്ടാലോ. നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് പറയാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.